വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചിക്കൻ കടായി തയ്യാറാക്കാൻ നോക്കാം. അതിനായി 2 kg ബ്രോയിലർ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങ, വലിയ നാരങ്ങയാണെങ്കിൽ അതിൻ്റെ പകുതി പിഴിഞ്ഞത് എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ശേഷം ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വരെ മല്ലി, വറ്റൽമുളക്, ജീരകം എന്നിവ ചൂടാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അരമണിക്കൂറിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിൽ തന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. 8 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് റെഡിയായി വരുമ്പോൾ ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. മസാലപ്പൊടികളെല്ലാം ഇതിൽ നല്ല പോലെ പിടിച്ചതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്തതായി തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 4 തക്കാളി സ്ലൈസ് ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തത് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സവാളയും തക്കാളി, ക്യാപ്സിക്കം എന്നിവ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കി പൊടിച്ചെടുത്ത മല്ലി, വറ്റൽമുളക്, ജീരകം എന്നിവയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ശേഷം ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിനായി ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില എന്നിവ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കടായി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്